അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആനിൽ കാണാം, വമാ കാനല്ലാഹു ലിയുഅദ്ദിബഹും വഅൻത ഫീഹിം വമാ കാനല്ലാഹു മുഅദ്ദിബഹും വഹും യസ്തഗ്ഫിറൂൻ. ഈ ആയത്ത് നമ്മെ പഠിപ്പിക്കുന്ന വലിയ ചിന്താർഹമായ ഒരു വിഷയമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അല്ലാഹു തആല പറയുകയാണ്, നബിയെ, അങ്ങ് അവരിലുള്ളപ്പോഴും അവർ ധാരാളമായി അസ്തഗ്ഫിറുല്ലാഹൽ അസീം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും അവരെ ഞാൻ ശിക്ഷിക്കുകയില്ല എന്ന് ഖുർആൻ. സയ്യിദുന അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്തിന് ശേഷം പറഞ്ഞൊരു വാക്ക്, അദാബിൽ നിന്ന്, പ്രയാസകരമായ ഘട്ടങ്ങളിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ രണ്ട് മാർഗങ്ങൾ ഉണ്ടായിരുന്നു, അതിലൊന്ന് മറഞ്ഞുപോയി, ഇനി ഒന്ന് ബാക്കിയുണ്ട് എന്ന് സയ്യിദുന അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. മറഞ്ഞുപോയി എന്ന് പറഞ്ഞത് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ഇനി ബാക്കിയുണ്ട് എന്ന് പറയുന്നത് അസ്തഗ്ഫിറുല്ലാഹൽ അസീം, അസ്തഗ്ഫിറുല്ലാഹൽ അസീം എന്ന വാക്കാണ്. അപ്പോൾ നമ്മൾ ജീവിതത്തിൽ എന്നും പതിവാക്കൽ നിർബന്ധമുള്ള ഒരു കർമ്മമാണ് അസ്തഗ്ഫിറുല്ലാഹൽ അസീം. മഹാന്മാരുടെ വിശദീകരണങ്ങളിൽ കാണാം, ഒരാള് ഒരു തെറ്റ് ചെയ്തു എന്ന് ബോധ്യപ്പെട്ട ഉടനെ തന്നെ അയാൾ അസ്തഗ്ഫിറുല്ലാ പറയണം. അഥവാ ഒരാള് അങ്ങനെ അസ്തഗ്ഫിറുല്ല പറഞ്ഞിട്ടില്ലെങ്കിലോ പറയാത്തതിന് മറ്റൊരു ഇസ്തിഗ്ഫാർ അവന്റെ മേൽ കടമയാണ്. ഈ ഇസ്തിഗ്ഫാർ ചെയ്യാത്തവനൊരു തെറ്റ് ചെയ്തതുപോലെയാണ് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാര് പഠിപ്പിച്ചിട്ടുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ സ്വഹാബത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്, എല്ലാ ദിവസവും രാത്രി 100 അസ്തഗ്ഫിറുല്ലാഹൽ അസീം എന്ന് പറയാതെ ഞാൻ ഇന്ന് വരെ ഉറങ്ങിയിട്ടില്ല. നോക്ക് നിങ്ങൾ, ഒരു തെറ്റ് ചെയ്തിട്ടില്ലെന്ന് മാത്രമല്ല, ഞാൻ ചെയ്തത് തെറ്റാണ്, അത് തിരുത്തണം എന്ന് ചിന്തിക്കാൻ ഒരു ഇടം പോലുമില്ലാത്ത, എല്ലാവിധ ചെറുതും വലുതുമായ തെറ്റിൽ നിന്ന് ഞാൻ അവരെ മുക്തമാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞ മഅ്സൂം എന്ന പദവിയിലെ സയ്യിദാണ്, നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ് പറയുന്നത്, എല്ലാ ദിവസവും ഞാൻ 100 അസ്തഗ്ഫിറുല്ലാഹൽ അസീം എന്ന് ചൊല്ലാതെ ഞാൻ ഒരൊറ്റ രാത്രിയും കടന്നുറങ്ങിയിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തെറ്റ് ചെയ്തതുകൊണ്ടല്ല, മറിച്ച് തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന, തെറ്റ് ചെയ്യാൻ സാധ്യതയുള്ള അവിടുത്തെ ഉമ്മത്തുകൾക്ക് പഠനമാണ്, ബോധവൽക്കരണം നടത്താനാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ വാക്ക് പറഞ്ഞത് എന്ന് മഹാന്മാര് പഠിപ്പിച്ചിട്ടുണ്ട്. ഞാൻ പറയുന്നത് അസ്തഗ്ഫിറുല്ലാഹൽ അസീം എന്ന ആ ഒരു വാക്ക്, അത് വല്ലാതെ നമ്മുടെ ജീവിതത്തിൽ പകർത്തിയെടുക്കേണ്ട, ജീവിതത്തിൽ എന്നും കൂടി കൊണ്ട് നടക്കേണ്ട വലിയ ഒരു കർമ്മമാണ് അസ്തഗ്ഫിറുല്ലാഹൽ അസീം. മുമ്പൊരു ഹദീസിൽ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്, 3 ഗുണങ്ങൾ അസ്തഗ്ഫിറുല്ലയിൽ നിന്ന് നമുക്ക് ലഭിക്കാനുണ്ട്. ആ വീഡിയോ നിങ്ങൾക്ക് കേൾക്കാവുന്നതാണ്. ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, ആ 3 കാര്യങ്ങൾ ലഭിക്കലോടുകൂടെ അല്ലാഹു തആല ദോഷങ്ങൾ പൊറുക്കാനുള്ള കാരണമാക്കി വെച്ച, ദോഷം അല്ലാഹുവിനോട് പൊറുപ്പിച്ചാൽ പിന്നെ അവനാണല്ലോ ശുദ്ധൻ, തെറ്റ് ചെയ്യാത്തവൻ എന്ന് പറയുന്നത്. അത്താഇബു മിനർ റംബി കമൻ ലാ ദംബല. ഒരാള് തെറ്റ് ചെയ്തു, ആ തെറ്റ് ചെയ്തവൻ ആ തെറ്റിൽ നിന്ന് തൗബ ചെയ്താൽ, അഥവാ അസ്തഗ്ഫിറുല്ലാഹൽ അസീം എന്ന് മനമറിഞ്ഞുകൊണ്ട് ബോധത്തോടുകൂടെ അവൻ തൗബ ചെയ്തു മടങ്ങിയാൽ അവൻ തെറ്റ് ചെയ്യാത്തവനെ പോലെയാണ് എന്ന് ഹബീബായ മുത്തുനബിയുടെ മറ്റൊരു ഹദീസിൽ കാണാം. നമ്മൾ തെറ്റ് ചെയ്യും എന്നത് സ്വാഭാവികമാണ്, തെറ്റ് ചെയ്യാൻ വേണ്ടി ജീവിക്കരുത്. എങ്കിലും സാഹചര്യം മൂലം വന്നുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു അബദ്ധങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ ധാരാളമായി ഉണ്ടാവുക. തെറ്റ് എന്ന് പറയാൻ കള്ളു കുടിക്കണം എന്നില്ല, അല്ലെങ്കിൽ
മറ്റേതെങ്കിലും വീടുകളിൽ പോയി മോഷണം നടത്തുക എന്നതൊന്നും നമ്മിൽ നിന്ന് വരണമെന്നില്ല. അതേസമയം തെറ്റുകളുടെ കാഠിന്യം എത്രയാണ്, നമ്മൾ ചിന്തിക്കാത്തത് പോലും തെറ്റുകളായി മാറുന്നുണ്ട് എന്ന് നാം മനസ്സിലാക്കണം. ഒരു ഉദാഹരണം ഞാൻ ഓർമ്മപ്പെടുത്താം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, ഒരു ഗീബത്ത് ഒരാൾ പറഞ്ഞാൽ അവന് കിട്ടുന്ന ശിക്ഷ എത്രയാണ്? ശരിക്കും ശ്രദ്ധിക്കണം. 30 പ്രാവശ്യം സ്വന്തം ഉമ്മാന്റെ കൂടെ മകൻ വ്യഭിചരിച്ചാലുള്ള തെറ്റ് കുറ്റം എത്രയാണ്? ആ കുറ്റമാണ് ഒരു ഗീബത്ത് പറഞ്ഞവന് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്. ഒരു ഗീബത്ത് പറയാത്തവരാണ് ഞാൻ എന്ന് പറയാൻ എന്റെ ശബ്ദം കേൾക്കുന്ന ആർക്കെങ്കിലും കഴിയും? നമ്മുടെ നാവ് കൊണ്ട് മറ്റുള്ളവരെ ഇകഴ്ത്തുന്ന രൂപത്തിൽ സംസാരിച്ചിട്ടുണ്ടാവാം, ഇകഴ്ത്തുന്ന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ടാവാം, ആംഗ്യ ഭാഷകൾ പലയിടത്തും നമ്മൾ ചെയ്തിട്ടുണ്ടാവാം. ഇതെല്ലാം ഈ ഒരു ഭാഗത്ത് ഉൾപ്പെടുന്ന തെറ്റുകളാണ്. വ്യഭിചരിച്ചിട്ടില്ല എന്ന് പറയുമ്പോഴും, കള്ള് കുടിച്ചിട്ടില്ലെന്ന് പറയുമ്പോഴും, ഗീബത്ത് ഞാൻ പറഞ്ഞില്ലെന്ന് പറയാൻ, നമീമത്ത് ഞാൻ എന്റെ ജീവിതത്തിൽ പറഞ്ഞിട്ടില്ലെന്ന് പറയാൻ, ഞാൻ ഒരിക്കലും കള്ളം പറഞ്ഞിട്ടില്ലെന്ന് പറയാൻ നമുക്ക് സാധിക്കുകയില്ല. ഇല്ലെങ്കിൽ നമ്മൾ ഈ തെറ്റ് എത്രയോ പ്രാവശ്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ ഒരു തെറ്റിന്റെ കുറ്റം മാതാപിതാവിനെ ഉപയോഗപ്പെടുത്തി വ്യഭിചരിച്ചതിന് തുല്യമാണ് എന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലേ വിലയിരുത്തുക. നമ്മൾ പലപ്പോഴും നിസാരമായി കാണുന്ന തെറ്റുകൾ അല്ലാഹുവിന്റെ മുമ്പിൽ വലിയ കഠിനമായ ശിക്ഷക്ക് വിധേയമാകുന്ന രൂപത്തിലായിരിക്കും. അല്ലാഹു നമ്മിൽ നിന്ന് നമ്മുടെ ദോഷങ്ങളൊക്കെ പുറത്തു തരുമാറാകട്ടെ. ഇസ്തിഗ്ഫാറുകൾ പതിവാക്കുമ്പോൾ ദോഷങ്ങൾ പൊറുക്കും, സ്വാഭാവികം. ദോഷങ്ങൾ പൊറുത്താൽ അവർക്കുള്ളതല്ലേ മുഅ്മിനീങ്ങളെ സ്വർഗം. ആ സ്വർഗം കിട്ടാൻ അസ്തഗ്ഫിറുല്ലാഹൽ അലീം വിട്ടുപോകാതെ ജീവിതത്തിൽ പതിവാക്കാൻ, ചുരുങ്ങിയത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പതിവാക്കിയ ആ 100 എണ്ണമെങ്കിലും പതിവാക്കാൻ ഞാനും നിങ്ങളും തയ്യാറാവണമെന്ന് ഓർമ്മപ്പെടുത്തി, ഇൻഷാ അല്ലാഹ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സൈഡിൽ കാണുന്ന ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്ത് വെക്കണം എന്നുകൂടെ ഓർമ്മപ്പെടുത്തുന്നു. എല്ലാ ദിവസവും ലൈവായി യൂട്യൂബിലൂടെ ദിക്ർ സ്വലാത്ത് ചൊല്ലി മരിച്ചവർക്ക് വേണ്ടിയുള്ള സൂറത്ത് യാസീനും അതുപോലെ മുൽക്ക് സൂറത്തും പാരായണം ചെയ്ത് ദുആ ചെയ്യുന്നൊരു മജ്ലിസ് നമ്മുടെ ചാനലിൽ നടക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അതിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് ലഭിക്കണമെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് വെക്കണമെന്നുകൂടെ ഓർമ്മപ്പെടുത്തി, അള്ളാഹു നമ്മെ സ്വീകരിക്കട്ടെ. ഇസ്തിഗ്ഫാർ ജീവിതത്തിൽ പകർത്താനുള്ള തൗഫീഖും മനസ്സും സാഹചര്യവും അള്ളാഹു നമുക്ക് എളുപ്പമാക്കി തരട്ടെ. അവസാനം നമ്മെ എല്ലാം കുടുംബസമേതം, ബന്ധങ്ങൾ സമേതം, ഉസ്താദുമാർ സമേതം സ്വർഗത്തിലെത്താനുള്ള മഹാഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.